മാം റംസാന്റെ എന്തൊക്കെ കളക്ഷൻസ് വന്നിരിക്കുന്നത്? ഇതിപ്പോ വിഷുവിന്റെ ജസ്റ്റ് വന്നിറങ്ങിയുള്ളൂ. അവര് ജസ്റ്റ് ടാഗ് ചെയ്യുന്നുള്ളൂ, ചെക്ക് ചെയ്യുന്നു. റംസാന്റെ നമ്മൾ ഓൾറെഡി നേരത്തെ കയറ്റിയതാ, കാണിച്ചു തരാം. കുറച്ചെണ്ണം ഞാൻ ഇന്നിപ്പോ ഡിസ്പ്ലേയില് സിമിയുടെ അടുത്ത് ഇടാൻ പറഞ്ഞായിരുന്നു. അത് കണ്ടോ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല ഷെയ്ഡല്ലേ? ഇതിന്റെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ജോർജറ്റിലാണ് പേൾ വർക്കും സംഭവങ്ങളെല്ലാം കൂടെ വന്നിരിക്കുന്നത്. നെക്കിനകത്ത് ഡിസൈൻ ഒക്കെ ആയിട്ട്. ഇതിന് എത്ര വരുമായിരിക്കും? ഇതിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1700 റേഞ്ചാ. പക്ഷെ അത് വന്നിരിക്കുന്നത് ഫുൾ ഹാൻഡ് വർക്കാ. ദാമനില് വർക്ക്, ബോഡിയിൽ ഫുൾ പേൾ വർക്ക്. അതുപോലെ നമ്മളിപ്പം വൺ സൈഡാ ബോർഡർ വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാ സൈഡ്സിൽ കൂടെയും കട്ട് ബീഡ്സിന്റെ വർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു റേഞ്ചിന് നല്ലൊരു പീസാ. നമ്മളിത് കസ്റ്റമൈസ് ചെയ്തെടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ റേറ്റ് ആയിട്ട് പോയിരിക്കും അല്ലേ? കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ കൽക്കട്ടയിലൊക്കെ ചെയ്യിക്കുന്ന പീസുകളാണ്. കസ്റ്റമൈസ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ലേബർ കോസ്റ്റ് കൂടുതലായത് കാരണം ചിലപ്പോൾ റേഞ്ചസ് കൂടും. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ പീസാ ചെയ്യാനായിട്ട്. അപ്പൊ ഇത് കണ്ടോ, ഇതാണെങ്കിലും ഹാൻഡ് വർക്ക് തന്നെയാണ്. ഇതിന് ലോഡിംഗ് വർക്ക് എന്നാ അല്ലെങ്കിൽ നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് എന്നൊക്കെ പറയില്ലേ. പക്ഷെ നല്ല രസമില്ലേ കാണാൻ, ഡാർക്ക് മെറൂൺ കോമ്പിനേഷൻ. ബോർഡറിൽ കാന്ത വർക്ക് വന്നിട്ടുണ്ട്. കാന്ത വർക്കും സീക്വൻസിന്റെ ഹൈലൈറ്റ്സും ചെറുതായിട്ട് കൊടുത്തിരിക്കുന്ന കാരണം അതിനൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. തലേന്ന് വീണൊന്നും പോയില്ല, ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിടക്കും. ഷോൾ ആയോണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ കളേഴ്സ് അവൈലബിൾ ആട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഇത് ഫുള്ള് നമ്മളിപ്പോൾ നോർത്തിൽ പറയണ ജർക്കൻ എന്ന് അവർ പറയുന്നത് സ്റ്റോൺസ് ആണ്. ഇതൊക്കെ മെഷീനിലൊക്കെ ചെയ്യുന്ന, ഹാൻഡിൽ ചെയ്യേണ്ട, സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന. അപ്പോൾ വാഷ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. പക്ഷെ നല്ല കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ റെയർ ഷെയ്ഡ് അല്ലേ? ഇത് നല്ല റെയർ ഷെയ്ഡാ. പിന്നെ വന്നിരിക്കുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ, വൈന്, മെറൂണ്, നമ്മൾ വിചാരിക്കുന്ന ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ പീസ് അല്ലേ. കട്ട് ബീഡ്സിന്റെ വർക്കാ ഫുള്ളായിട്ട് നെക്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, ചെറിയ മോട്ടീവ്സും എല്ലാം കൂടെ. അത് ദുപ്പട്ടയുടെ ഫോർ സൈഡ്സ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സിംഗിൾ സൈഡാ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വരുന്നിടത്ത് ഫുള്ളായിട്ട് വർക്ക് വരും. ബാക്കി ഓൾ ഓവർ സ്കാലപ്സും ചെയ്തിട്ട് ത്രെഡിന്റെ സ്കാലപ്പ് ആയിട്ട്. അപ്പൊ ഇതിന്റെയും ഇതുപോലെ തന്നെ കളേഴ്സ് അവൈലബിൾ ആ. ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ പോയി നോക്കിക്കോ, എന്നാലേ കസ്റ്റമറിനെ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.